ഹരി ഓം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയത്തിലെ 5-ാമത്തെ ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം വരെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 6-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സോഹഞ്ച ത്രിഗുണക്രമാ ത്രിവിധദാമാസാദ്യ വൈകാരികോ ഭൂയസ്തേജസ താമസാ വിധിഭവൻ ആദ്യേന സത്വാത്മനാ ദേവാനിന്ദ്രിയമാനിനോ കൃതദിശാ വാദാർക്കഭാഷ്യശ്വിനോ വന്യീന്ദ്രാച്യുതമിത്രഗാൻ വിധുവിധി ശ്രീരുദ്രശാരീരഗാൻ. നമുക്ക് അർത്ഥം നോക്കാം. സോഹം, സഹ പ്ലസ് അഹം, ആ അഹങ്കാരം. നമ്മള് കഴിഞ്ഞ ശ്ലോകത്തില് 2-ാമത്തെ ലൈനിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മഹത്തത്വത്തിൽ നിന്ന് തമോ ഗുണത്തെ കൂടുതലായി എടുത്തിട്ട് ആ നിർവികൽപമായിട്ടുള്ള അഹങ്കാരത്തെ സൃഷ്ടിച്ചു. ആ അഹങ്കാരത്തെയാണ് ഇവിടെ പറയുന്നത്. ച പറഞ്ഞ് ആകട്ടെ. ത്രിഗുണക്രമാത്, ആ ത്രിഗുണങ്ങളുടെ ക്രമം. ഇവിടെ ഈ അഹങ്കാരം നമ്മള് മനസ്സിലാക്കി. ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഈ മഹത്വത്തിൽ നിന്ന് തമോ ഗുണം കൂടുതലായി എടുത്തിട്ട് ആ സവികല്പമായിട്ടുള്ള അഹങ്കാരത്തെ സൃഷ്ടിച്ചില്ലേ, ആ അഹങ്കാരം. അതില് രജോ ഗുണവും സാത്വിക ഗുണവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ തമോ ഗുണമാണ് കൂടുതലുള്ളതാണ്. കാരണം ഒരു സൃഷ്ടി മുന്നോട്ട് പോകണമെങ്കിൽ 3 ഗുണങ്ങളും വേണം. അപ്പോൾ മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ. അപ്പോ അതിലെ 3 ഗുണങ്ങളുണ്ട്. പക്ഷെ കൂടുതലായിട്ട് തമോ ഗുണമാണ് ഉള്ളത് എന്ന് മാത്രം. അപ്പോ ഇവിടെ ത്രിഗുണക്രമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 3 ഗുണങ്ങളുടെ ക്രമം അനുസരിച്ചിട്ട്, ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ട് ത്രിവിധതാമാസാദ്യ, ത്രിവിധത 3 വിധത്തിലുള്ള അവസ്ഥകളെ ആസാദ്യ പ്രാപിച്ചിട്ട്, ആ 3 വിധത്തിൽ ആയിട്ട് അവസ്ഥകളായിട്ട് പിരിഞ്ഞ് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞിട്ട് ആ 3 അവസ്ഥകൾ ഏതൊക്കെയാണ് എന്നാണ് ഇനി പറയുന്നത്. വൈകാരികോ ഭൂയസ്തേജസ താമസ വിധി ഭവൻ. വൈകാരിക, ആദ്യത്തേത് വൈകാരിക. ഭൂയ കാരണം പിന്നെ. 2-ാമത്തത് തേജസ. 3-ാമത്തത് താമസം. അങ്ങനെ 3ആയിട്ട് പിരിഞ്ഞു. 3 വൈകാരിക, തൈജസ, താമസ. ഇതിഭവൻ, അങ്ങനെ ആയിത്തീർന്നിട്ട് എന്നാണ് ഇതിഭവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതില് ആദ്യേന സത്വാത്മന, ആദ്യത്തെ എന്ന് പറയുന്നത് ഏതാണ്? വൈകാരിക അല്ലെ. അപ്പൊ ആദ്യത്തേതിന് സത്വഗുണാണുള്ളത്. വൈകാരികയില് സത്വഗുണമാണുള്ളത്. പിന്നെ 2-ാമത്തത് തൈജസൻ, അതില് രജോ ഗുണം. 3-ാമത്തത് താമസ, അതില് തമോ ഗുണം. അങ്ങനെയാണ് ഉള്ളത്. ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത. ദേവാൻ, ദേവന്മാരുടെ. ഇന്ദ്രിയമാനിനോ, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ആ ദേവന്മാരെ അകൃത സൃഷ്ടിച്ചു എന്ന് പറയാം. ഉണ്ടാക്കി, സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ആ ദേവതമാരെ എങ്ങനെയൊക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അടുത്ത ലൈനില്. അപ്പോ ഇതില് 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, അന്ധകരണം. 5 ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. പിന്നെ കർമ്മേന്ദ്രിയം എന്ന് പറയുന്നത് വാക്ക്, കൈകള്, കാലുകള്, വിസർജനത്തിനുള്ള പുറത്തേക്ക് തള്ളുന്നതിനുള്ള അവയവം വായു, പിന്നെ പ്രത്യുൽപാദനത്തിനുള്ള അവയവം ഉപസ്ഥ എന്ന് പറയും. അതാണ് കർമ്മേന്ദ്രിയങ്ങൾ. അന്ധകരണം എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോ
അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള അതിനുള്ള 14 കാര്യങ്ങൾക്കുള്ള ദേവതമാരെ സൃഷ്ടിച്ചു. അതാണ് ഇനി ആ ദേവതമാരുടെ പേരുകളാണ് ഇനി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദിശാവാദാർക്ക പാശ്യശ്വിനോ. ദിശ പറഞ്ഞ എന്താണ്? ദിക്കുകള്. ആ ദിക്കുകള് എന്ന് പറയുന്നത് കേൾവിയുടെ ദേവതയാണ്. വാദ, വാദ പറഞ്ഞു കഴിഞ്ഞാല് വായു. വായു എന്ന് പറയുന്നത് സ്പർശനത്തിന്റെ ത്വക്കിന്റെ ദേവതയാണ്. പിന്നെ അർക്കൻ പറഞ്ഞ സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് കാഴ്ചയുടെ ദേവത. പാശ്യശ്വിനോ, പാശി പ്ലസ് അശ്വിനോ. പാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വരുണൻ, വരുണപാശം എന്നൊക്കെ കേട്ടിട്ടില്ലേ? പാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ജിഹ്വ, നാവിന്റെ ടേസ്റ്റിന്റെ ദേവതയാണ് പാശി. അശ്വിനി ദേവന്മാര് ഗന്ധത്തിന്റെ ദേവതയാണ്, മൂക്കിന്റെ, അതിന്റെ ദേവതയാണ്. അപ്പോ 5 ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്, 5 എണ്ണം. ഇനി 5 കർമ്മേന്ദ്രിയങ്ങൾ. വന്യീന്ദ്രാച്യുത മിത്രകാൻ. വന്നി പറഞ്ഞ എന്താണ്? അഗ്നി. അത് വാക്കിന്റെ ദേവതയാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞ കൈകളുടെ ദേവതയാണ്. അച്യുതൻ പറഞ്ഞ ഉപേന്ദ്രൻ. മഹാവിഷ്ണു കശ്യപന്റെയും ദിതിയുടെയും മകനായ വാമനനായിട്ട് അവതരിച്ചു. അപ്പോ ഈ ഇന്ദ്രനും ഈ അച്ഛനും അമ്മയ്ക്കും തന്നെ പിറന്നതാണ്. അപ്പൊ ഇന്ദ്രന്റെ താഴെയാണ് പിന്നെ ആര് വന്നിരിക്കുന്നത്? അച്യുതൻ, ഉപേന്ദ്രൻ. അതുകൊണ്ട് അച്യുതൻ ഉപേന്ദ്രൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഉപേന്ദ്രൻ എന്ന് പറയുന്നത് കാലുകളുടെ ദേവതയാണ്. മിത്ര പറഞ്ഞ മിത്രൻ, അത് വിസർജനാവയവങ്ങളുടെ ദേവതയാണ്. കഹ പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി, അത് പ്രത്യുൽപാദനത്തിന്റെ ദേവതയാണ് സൃഷ്ടിച്ചത് കേട്ടോ. ഓരോരുത്തരുടെയും ദേവതമാരാരൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് കർമ്മേന്ദ്രിയവും മനസ്സിലാക്കി. ഇനിയുള്ളത് അന്ധകരണം. വിധി ശ്രീരുദ്ര ശാരീരകാൻ. വിധു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രൻ, അത് മനസ്സിന്റെ ദേവതയാണ്. വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മാവ് ബുദ്ധിയുടെ ദേവത. ശ്രീരുദ്രൻ എന്ന് പറയുന്നത് ഏതിന്റെ ദേവതയാണ്? അഹങ്കാരത്തിന്റെ. ശാരീരകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിത്തത്തിന്റെ. അങ്ങനെ 14 കാര്യങ്ങൾക്കായിട്ട് ദേവതമാരെ സൃഷ്ടിച്ചു. 14 ദേവതമാര്. അപ്പൊ 5 ജ്ഞാനേന്ദ്രിയവും, ഒരു ശരീരത്തിന് 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പിന്നെ അന്ധകരണം. ഇതൊക്കെ അധിഷ്ഠാന ദേവതകളെയാണ് സൃഷ്ടിച്ചത് കേട്ടോ. ഈ 14 ദേവതമാരെ സൃഷ്ടിച്ചു. അപ്പോ ഇതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.